ഭൂപതിവ് ചട്ട ഭേദഗതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. പട്ടയഭൂമി വകമാറ്റിയാൽ ക്രമീകരിച്ച് നൽകാനുള്ള തടസ്സം ഇതോടെ നീങ്ങിയിരിക്കുന്നു. 1500 ചതുരശ്ര അടി വരെയുള്ള നിർമ്മാണങ്ങൾ സൗജന്യമായി ക്രമപ്പെടുത്തി നൽകും. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, കഴിഞ്ഞ ക്യാബിനറ്റ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടതായിരുന്നു. അന്ന് മന്ത്രിമാർ ഈ ചട്ടം സംബന്ധിച്ച കാര്യങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാണ് ഇതിനൊരല്പം ഒരു കാലതാമസം ഉണ്ടായത്. ഭൂപതിവ് ചട്ട നിയമ ഭേദഗതി വരുന്നതോടുകൂടി ഹൈറേഞ്ചിൽ കഴിയുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. 2024 സെപ്റ്റംബറിൽ തന്നെ ഇതിൽ തീരുമാനമായതാണ്. അതിലെ ചട്ടങ്ങൾ ഭേദഗതി വരുത്തുക എന്നതായിരുന്നു സർക്കാരിന് മുന്നിൽ ഉണ്ടായിരുന്ന ദൗത്യം. അതിപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ശ്രീജിത്ത്, ഇത് എത്രത്തോളം ഈ ഹൈറേഞ്ച് മേഖലയിലുള്ള ജനങ്ങൾക്ക് ആശ്വാസകരമാണ്? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ജി കെ സൂചിപ്പിച്ച പോലെ തന്നെ ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ച് മേഖലയിൽ താമസിക്കുന്ന ജനങ്ങളുടെ ഒരു ജീവന പ്രശ്നത്തിനാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു പരിഹാരം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഭൂപതിവ് നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് സർക്കാർ നിയമം പാസാക്കിയെങ്കിലും ആ നിയമത്തിന്റെ ഭാഗമായുള്ള ചട്ടം പ്രാബല്യത്തിൽ വരാത്തതുകൊണ്ടാണ് ഇതിന് പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കാതിരുന്നത്. എന്നാലും ഇന്ന് ഭൂപതിവ് ചട്ട ഭേദഗതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ ഇനി ഭൂമി ക്രമവൽക്കരിച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിയാണ്. പട്ടയഭൂമി ഏത് ആവശ്യത്തിനാണോ നൽകുന്നത് ആ ആവശ്യത്തിനായി ഉപയോഗിക്കണം എന്ന നിയമം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് ഭിന്നമായി വീടുകളും വാണിജ്യ സ്ഥാപനങ്ങളും മറ്റും നിർമ്മിച്ചിട്ടുണ്ട് പല പട്ടയഭൂമിയിലും. അത്തരം അനധികൃത നിർമ്മാണങ്ങൾ ക്രമവൽക്കരിച്ച് നൽകുകയാണ് ഈ ചട്ടഭേദഗതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. 1500 ചതുരശ്ര അടി വരെയുള്ള നിർമ്മാണങ്ങൾ സൗജന്യമായി ക്രമവൽക്കരിച്ച് നൽകാനാണ് പുതിയ ചട്ടഭേദഗതി നിർദ്ദേശിക്കുന്നത്. 1500 അടി വരെയുള്ള നിർമ്മാണങ്ങൾ അപേക്ഷ കിട്ടി 90 ദിവസമായി ക്രമപ്പെടുത്തും. 1500 മുതൽ 3000 ചതുരശ്ര അടി വരെയുള്ള ഭൂമി ക്രമപ്പെടുത്താൻ വിലയുടെ 5%, ഭൂമിയുടെ ന്യായവിലയുടെ 5% കെട്ടിവെക്കണം. 3000 മുതൽ 5000 വരെ ചതുരശ്ര അടി വരയ്ക്ക് ഉള്ള ഭൂമി ക്രമപ്പെടുത്തിയെടുക്കാൻ ന്യായവിലയുടെ 10% നൽകണം. 5000 മുതൽ 10000 വരെ 20%, 10000 മുതൽ 20000 വരെ 40%, 20000 മുതൽ 40000 വരെ 50% ഫീസ് നൽകണമെന്നാണ് ഈ ചട്ടം അനുശാസിക്കുന്നത്. കോരകൾ പോലുള്ള ഭൂമി ക്രമപ്പെടുത്തി കിട്ടുന്നതിന് വേണ്ടി ന്യായവില പൂർണ്ണമായും നൽകണമെന്നാണ് പറയുന്നത്. എന്തായാലും ഇടുക്കി ജില്ലയിലെ കർഷകർക്ക്, പട്ടയഭൂമി ഉടമകൾക്ക് വലിയ ആശ്വാസം നൽകുന്ന വിധിയാണ്. നേരത്തെ ജി കെ സൂചിപ്പിച്ചപോലെ 2024 സെപ്റ്റംബറിലാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതി നിയമസഭ പാസാക്കിയത്. എങ്കിൽ പോലും ചട്ടം വരാൻ പിന്നെയും 2 വർഷത്തോളം സമയമെടുത്തു. എന്തായാലും വൈകിയാണെങ്കിൽ ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നു. ഇടുക്കിയിലെ കർഷകർക്ക് ഒരു ഓണസമ്മാനമായി സർക്കാരിന്റെ ഈ ചട്ട ഭേദഗതി മാറുകയാണ്. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.